morning. രണ്ട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് 2-3 ദിവസമായി അല്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞു 2-3 ദിവസം കഴിഞ്ഞ് എല്ലാവരും സുഖമായിരിക്കണോ? ഓക്കെ. മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ മഴയാട്ടോ. ഓക്കെ, ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോ നമ്മളപ്പോ തേർഡ് മൊഡ്യൂളിലെ നമ്മൾ 3 ചാപ്റ്റർ നമ്മൾ എടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ. ഇനി നെക്സ്റ്റ് അപ്പൊ തേർഡ് മൊഡ്യൂളിലെ 3 ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ 3 ചാപ്റ്റർ ആയിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഫോർത്ത് മൊഡ്യൂളിലേക്കാട്ടോ. ഫോർത്ത് മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചില്ലേ? ആദ്ര മിസ് ആണോ നിങ്ങൾക്ക് എടുത്തത്? എടുത്തു. ഓക്കെ. അപ്പോ എന്താ പറയാ, ഇതിപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിലാണ്, 6ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. പേജ് നമ്പർ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ടേ. An overview of health and hospital administration. 51. 51ാമത്തെ പേജാണ് കേട്ടോ. എല്ലാവരും പേജ് എടുക്കുക. അപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പഠിച്ചത്? നിങ്ങൾ അവിടെ എന്താണ് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയാം? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 1-2 ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ അതിന്റെ ഒരു അവലോകനം, ഓവർവ്യൂ എന്ന് പറഞ്ഞ എന്താണ്? അവലോകനം. ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അവലോകനം. അതിനകത്ത് ഫസ്റ്റ് തന്നെ തന്നേക്കുന്നത് എന്താണ്? മീനിങ് ആണ്. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മീനിങ് നോക്കിയേ. ഒരു പാരഗ്രാഫാണ് ഇത്. ഈ ഒരു ചാപ്റ്ററിലെ സെന്റൻസ് ഒക്കെ ഒരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ആണ്. അതിനകത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരും. ഓരോ പാരഗ്രാഫിലും നിങ്ങൾ പഠിക്കേണ്ടത് അത് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, health care administration, health care management or hospital management. അപ്പൊ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ ഏതെല്ലാം? അതർവൈസ് നോൺ ആസ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ പരിപാലന ഭരണം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം സെയിം ആണ്. ഇതെല്ലാം എന്തെന്നാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ തന്നെ പറയുന്ന മറ്റു പേരുകളാണ്. അത് 4ഉം അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഏത് രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അപ്പൊ എന്തൊക്കെ അറിയപ്പെടുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നെല്ലാം പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. കിട്ടിയോ? 4 ആ വേർഡും അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും ഓക്കെ അണ്ടർലൈൻ ചെയ്തില്ലേ? 4 എണ്ണവും. അതിന്റെ ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ വരുമ്പോ. ഇനി എന്താണെന്ന് നോക്കിയത്? ഈസ് ദ ഫീൽഡ് that is related to leadership. Leadership എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. Leadership, then management and administration of public health system, health care system, hospital networks in all the primary, secondary and tertiary sectors. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഇച്ചിരി ലെങ്തി സെന്റൻസ് ആണത്.
എന്താ അവിടെ പറഞ്ഞേക്കുക? അപ്പൊ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്നേ? നമ്മൾ ബാക്കിൽ നിന്നല്ലേ വായിച്ചു പോകുന്നേ? അതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് ആ സെന്റൻസിലേക്ക്. അപ്പൊ ലാസ്റ്റ് ലൈനിൽ എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലും ഉൾപ്പെടുന്ന, അല്ലെ? പ്രൈമറി, നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? ഫസ്റ്റ് മൊഡ്യൂളില് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലില് പ്രൈമറി സെക്ടേഴ്സ്, ഹോസ്പിറ്റൽ, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് പറഞ്ഞു അല്ലെ? പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റലുകളാണ്, അതായത് PHSC എക്സാമ്പിൾ ആണ് അല്ലെ? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് എക്സാമ്പിൾ ആണ്. സെക്കൻഡറി സെക്ടേഴ്സ് എന്താ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വരുന്നത് ഉൾപ്പെടുന്നത്. ടെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളൊക്കെ അല്ലെ വരുന്നത്. അപ്പൊ എന്താണ് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലും, എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലും ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും പൊതുജന ആരോഗ്യ സംവിധാനം, എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലും ഉൾപ്പെടുന്ന എന്താണ്? എല്ലാ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ഹോസ്പിറ്റലിന്റെയും ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുടെയും എന്താണ്? ലീഡർഷിപ്പ്, നേതൃത്വം, അവയുടെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ഒന്നോടെ ശ്രദ്ധിച്ച ആ സെന്റൻസിലേക്ക്. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ആരാണ്? ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റൽ ശൃംഖലകൾ അല്ലെ, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് എന്നിവയുടെ എന്താണ്? ലീഡർഷിപ്പ്, അവയുടെ നേതൃത്വം, അവരുടെ മാനേജ്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഫീൽഡാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നെല്ലാം അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി ലെങ്തിയാണ്, ഇത് മനസ്സിലാക്കുക. ലാസ്റ്റ് നിങ്ങൾ വായിച്ചു പോകുക കേട്ടോ. എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ, അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന എല്ലാ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും പൊതുജന ആരോഗ്യ സംവിധാനം, ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ പരിചരണ സംവിധാനം, ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുണ്ട്. ഇതിന്റെയൊക്കെ എന്താന്നാ പറഞ്ഞേ? ലീഡർഷിപ്പ് അല്ലെ, നേതൃത്വം, അവയുടെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അവയുടെ ഭരണം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇനി അടുത്ത സെക്കൻഡ് സെന്റൻസിൽ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, രൂപപ്പെടുത്തുന്നു, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുന്നു, ആൻഡ് കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുന്നു. എന്തൊക്കെയാ ചെയ്യുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഫോർമുലേറ്റ് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനാ? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ആർക്കിടെയാ? ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. എന്താ? ഒരു സ്ഥാപനങ്ങള്, ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ബിസിനസ്സിനും വേണ്ടി ഈ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകള്, മെഡിക്കൽ ചികിത്സാപരമായിട്ടുള്ളത്, ആരോഗ്യപരമായിട്ടുള്ള ആ സേവനങ്ങള്, സർവീസുകളെ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാരാണ്? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. മനസ്സിലായോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുന്നേ? പല ഓർഗനൈസേഷൻ, പല സ്ഥാപനങ്ങള്, ഹോസ്പിറ്റലുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട്
ആൻഡ് ബിസിനസ്, ഹോസ്പിറ്റലുകൾക്കും അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ടും മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, മെഡിക്കൽ ചികിത്സാപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങള് എന്ത് ചെയ്യുന്നു, അവരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് അവരെങ്ങനെയൊക്കെ നമുക്ക് നല്ല സർവീസ് കൊടുക്കാം എന്നൊക്കെ അവർ ഓരോന്നും ഫോർമുലേറ്റ് ചെയ്ത് രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാരാണ്, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. Health care administrators formulate, control and coordinate medical and health services for ആർക്ക് വേണ്ടിയാണ്, ഓർഗനൈസേഷനുകള്, ഓരോ ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളാവാം, അവർക്കും ആൻഡ് ബിസിനസിനും വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുന്നത് എല്ലാം ആരാണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. കിട്ടിയോ? സെക്കൻഡ് സെന്റൻസ് കിട്ടിയോ? ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഇത് ലെങ്തി സെന്റൻസ് ആയതുകൊണ്ട് അത് ഓരോ സെന്റൻസ് ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി പോകാം നമുക്ക്. സെക്കൻഡ് സെന്റൻസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഓക്കെ, അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് നമ്മൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ ആർക്ക് വേണ്ടി, ഓർഗനൈസേഷനും ബിസിനസിനും വേണ്ടി. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, ഇറ്റ് മാനേജസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് as well as create a connection between benefits and physician. ഉണ്ടാവും. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് അവരെന്താ ചെയ്യുന്നത്, മാനേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കൈകാര്യം ചെയ്യുന്നു. എന്താ കൈകാര്യം ചെയ്യുന്നത്, ആ ഓരോ എംപ്ലോയീസിനും അവർക്ക് ഓരോ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കുള്ള ആനുകൂല്യങ്ങൾ, ആനുകൂല്യങ്ങൾ അല്ലെ. അപ്പൊ ഈ ഓരോ എംപ്ലോയീസിനും, ഓരോ തൊഴിലാളികൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നു. മനസ്സിലായോ? ഓരോ എംപ്ലോയീസിനും വേണ്ടി ഉള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങള് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നു. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ക്രിയേറ്റ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എന്താ പറഞ്ഞേ, എംപ്ലോയീസിന് അല്ലെ, അവിടുത്തെ ജീവനക്കാർക്ക് ആനുകൂല്യം ലഭ്യമായിട്ടുള്ള, അവർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങള് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുന്നു. ആസ് വെൽ ആസ്, അതിന്റെ ഒപ്പം തന്നെ എന്താ ചെയ്യുന്നത് നോക്കിയേ, ക്രിയേറ്റ് എ കണക്ഷൻ. ആര് തമ്മിലുള്ള കണക്ഷനാ, ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻ. അപ്പൊ ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൊടുക്കാനുള്ള അല്ലെ, ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ, ആ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആളുകളില്ലേ, ബെനിഫിറ്റ്സ് കിട്ടുന്ന ആളുകൾ അവരിലൂടെ എന്ത്, ആരുമായിട്ട്, ആ ഫിസിഷ്യൻ, അവിടെ ഫിസിഷ്യനുമായിട്ട് നല്ല ഒരു ബന്ധം അല്ലെ, ഒരു കണക്ഷൻ എന്താ പറഞ്ഞേക്കുന്നേ, ക്രിയേറ്റ് എ കണക്ഷൻ, ഒരു നല്ലൊരു കണക്ഷൻ സൃഷ്ടിക്കാനും കഴിയുന്നു. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ അവർക്കൊക്കെ ലഭ്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെ തന്നെ ഈ ഫിസിഷ്യനുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും ആർക്ക് പറ്റുന്നു, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവര് ചെയ്യണം, അവര് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആ സെന്റൻസ് നോക്കിയേ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് അവർക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ, അവരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ആനുകൂല്യങ്ങൾ ലഭ്യമായ ആളുകളില്ലേ, അവരിലൂടെ ആരുമായിട്ട്, ആ ഫിസിഷ്യന്, അവിടെ ഫിസിഷ്യനുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതും ആരാണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കിട്ടിയോ? സെന്റൻസ് കിട്ടിയോ? ഓക്കെ, ഇനി ഇവർക്കുടെ ഈ ഒരു കഴിവിന്, ഈ ദീസ് റിക്വയർമെന്റ്സ്, ഇതിന് എന്ത് ആവശ്യമാണ്,
these requirements needs. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക്, ഒരു അറിവില്ലാത്ത ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം അവർക്ക്? എന്ത് വേണം? ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നല്ലൊരു എന്ത് വേണം? ഒരു നോളജ് വേണം, അല്ലെ? ഒരു നല്ലൊരു അറിവ് വേണം, അതിനുള്ള സ്കില്ല് വേണം. ഇപ്പൊ എനിക്ക് കുറെ അറിവുണ്ടെന്ന് വിചാരിക്കുക, സപ്പോസ്. പക്ഷെ എനിക്ക് അതെന്താ പറയാ, അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു കഴിവ് വേണം. ഒരു അറിവെന്ന് പറയുന്നത് മാത്രം ഒരു മാനദണ്ഡമല്ല, അല്ലെ? അത് നിങ്ങളിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാവുന്ന രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയാനും കൂടി പറയണ്ടേ, ഇല്ലേ? നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില ആളുകൾ ഇപ്പൊ നിങ്ങളെ പഠിച്ചപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, ചിലക്കാര് വേണ്ട, ടീച്ചേഴ്സിന് കൂട്ടണ്ട. ഇനി പോട്ടെ, നിങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ട്യൂഷനിലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ചിലർക്ക് നല്ല ഡിഗ്രി, ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലേ? ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ഉണ്ടാവാം, എന്നാൽ അധികം ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഉണ്ടാവാം. പക്ഷേ എന്താ പറയാ, ചിലപ്പോ ഒത്തിരി അറിവുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല, അല്ലേ? ഇല്ലേ? അതിനൊരു കഴിവ് വേണ്ടേ അങ്ങനെ നമുക്ക്? അപ്പൊ നമുക്ക് എന്താ, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് എന്ത് വേണം? താങ്ക് യു ട്ടോ സൗമ്യ. ഹെൽത്ത് ആൻഡ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് മാത്രം പോരാ, അറിവ് മാത്രം പോരാന്നാ പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നേ? ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനില് അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നടത്തണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം? ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ ബോർഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽസ്, അല്ലെ? അവർക്ക് എന്ത് വേണം? അതില് ആ ഒരു ബിസിനസ്സില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, പേഷ്യൻസിന് നല്ല രീതിയിൽ എന്താ പറയാ, ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സർവീസ് കൊടുക്കണം, എല്ലാത്തിനും, അല്ലെ? എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് എന്ത് വേണം? അവർക്ക് അതിനുള്ളൊരു സ്കില്ല് വേണം, അല്ലെ? ആ കഴിവ് വേണം. ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ എന്ത് വേണം? നല്ല നോളജ് വേണം, അല്ലെ? നല്ല നോളജ് വേണം. അത് എന്ത് വേണം? അതില് എന്ത് വേണം? നല്ലൊരു സ്കില്ലും വേണം, അല്ലെ? എല്ലാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമാണോ? ഇപ്പൊ നമ്മള് കാര്യം അവിടെ ഡോക്ടർ, അതാണ് മെയിൻ. നമ്മുടെ ഹോസ്പിറ്റല് ഡോക്ടർ പഠിച്ചു, സർജറി കാര്യങ്ങൾ പെർഫെക്റ്റ് പക്ക എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ഡോക്ടറിന് ആ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരെ? ബാക്കിത്തെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് നോക്കണോ? അത് ആളുകളുടെ കയ്യിലാ? അതല്ലേ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചത്. മറ്റുള്ള എല്ലാവരെക്കാളും നമ്മുടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? അത് മാനേജ് ചെയ്യുന്നവർക്കാണ്. ഒരു ചില്ലറ കാര്യമല്ല ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തൊരുമിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്, അല്ലെ? അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിന്റെ സക്സസ്ഫുൾ വേണ്ടി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആരാ? ഒരു സംശയം വേണ്ട, ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, അല്ലെ? അവരാണ് ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്നത്, അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്ത് വേണം? അവർക്ക് അതിൽ ആ ഒരു മേഖലയില് നല്ലൊരു അറിവും വേണം. അത് മാത്രം പോരാ, അതിനുള്ള സ്കില്ല് വേണം. അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെ? നമുക്ക് മുന്നാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ ഏറ്റവും വലുത്, അല്ലെ? എല്ലാ കാര്യത്തിലും നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, നമുക്കൊരു എക്സ്പീരിയൻസ്. ചില ആളുകൾക്ക് നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താ പറയാ, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു ഇതില്, അല്ലെ? അവർക്ക് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. നമുക്ക് എന്താ പറയാ, ബിസിനസ്സിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതിനുള്ള കഴിവ് വേണം. സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. ഓക്കെ, ആ ഒരു സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ ആ പാരഗ്രാഫിൽ 3 സെന്റൻസ് ഞാൻ അടയാളപ്പെടുത്തി തന്നു, ഇല്ലേ? ഏതൊക്കെയായിരുന്നു? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതെല്ലാം ചോദിക്കാം കേട്ടോ. അതർവൈസ് നോൺ ആസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഏതെങ്കിലും എടുത്ത് ചോദിക്കാം. അത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്
മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. എന്തിനു വേണ്ടിയാ? ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. ഒരു ഓർഗനൈസേഷനും ബിസിനസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സർവീസുകൾ ഫോർമുലേറ്റ് ചെയ്യുകയും രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അതിനകത്ത് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താ? എല്ലാ എംപ്ലോയീസിന് എല്ലാ ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അതുവഴി ആര് എംപ്ലോയീസും ആ ഫിസിഷ്യനും തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ എടുക്കുന്നതും ആർക്കടെയാണ്? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അവർക്ക് എന്ത് വേണം? ഇതിനൊക്കെ എന്താവശ്യമാണ്? നമ്മുടെ ബിസിനസ്സില് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, നല്ലൊരു സ്കില്ല് വേണം, അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ലേ എല്ലാവരും? ഓക്കെ, അത്രയാണ് ആ ഒരു ചാപ്റ്റർ, ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി എന്താണ് നേച്ചർ? നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ സ്വഭാവം എന്താണ്? അതിന്റെ സ്കോപ്പ് എന്താണ്? അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കണം. നേച്ചർ എന്താ നോക്കാം. എന്താണ് സ്വഭാവം, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ് ഇതിന്റെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ. ഓക്കെ, നോക്കിയേ. ഇനി ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. എന്തെന്ന് പറയാം? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അവിടെ വേണമെങ്കിൽ രണ്ടും തന്നിട്ട് നമുക്ക് ബോത്ത് ചെയ്യാൻ വീണ്ടും ചോദിക്കാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകള് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ അത് 3 അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡ്സ്. ഇനി അതിൽ എന്താ ഉൾപ്പെടുന്നത് എന്ന് നോക്കി. മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടൈം ഡിസിഷൻ that indicate the healthcare system business strategies. എന്താ പറഞ്ഞേക്കുന്നത്? healthcare system business strategies. അതായത് നമുക്ക് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ അല്ലെ? തന്ത്രങ്ങൾ. വെരി ഗുഡ്. അപ്പൊ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജീസിനെ സൂചിപ്പിക്കുന്ന, എങ്ങനെയാ? ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഡെയിലി ആയിട്ടുള്ള ദിവസേനയുള്ളതും ലോങ് ടൈം ഡിസിഷൻ, ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതില് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനില് ഉൾപ്പെടുന്നു. പറഞ്ഞേക്കുന്നത് ഡെയിലി ആയിട്ടുള്ളതും ലോങ് ടൈം ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ദാറ്റ് ഇൻഡിക്കേറ്റ് എവിടെയാ? ദ ഹെൽത്ത് കെയർ സിസ്റ്റം ബിസിനസ് സ്ട്രാറ്റജീസ്. എന്താ? ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ഒരു ബിസിനസ് തന്ത്രം അല്ലെ? ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൂചിപ്പിക്കുക. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള നമ്മൾ പല സ്ട്രാറ്റജീസ് മാർക്കറ്റിംഗിൽ പഠിച്ചില്ല. മാർക്കറ്റ് സ്ട്രാറ്റജി. ഇപ്പൊ ഹെൽത്ത് കെയറിൽ നമ്മൾ പല തന്ത്രങ്ങളുണ്ട് അല്ലെ? നമ്മള് കൂടുതൽ പേഷ്യന്റിനെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് പല തന്ത്രങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഉൾപ്പെടുന്ന ബിസിനസ് സ്ട്രാറ്റജീസ്, അവരുടെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന, എങ്ങനെ? ഡെയിലി ആയിട്ടുള്ളതും ലോങ് ടൈം ആയിട്ടുള്ളതും ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. മനസ്സിലായില്ലേ? ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉള്ള തന്ത്രങ്ങൾ. അവർക്കടെ ഒരു ബിസിനസ് അല്ലേ? ചുരുക്കി പറഞ്ഞ ഇപ്പോഴത്തെ ഇതെല്ലാം ഒരു ബിസിനസ് ആണ്. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ആ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന എല്ലാ ദിവസേനയുള്ളതും പിന്നെ ദീർഘകാലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു?
എടുക്കുന്നത് ഏതിൽ ഉൾപ്പെടുന്നു? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജ്, ലീഡ്സ്, oversees, administrator the operation of dynamic complex healthcare entity. Entity എന്ന് പറഞ്ഞാൽ സ്ഥാപനം. Including ഏതൊക്കെ ഉൾപ്പെടുന്ന? ഹോസ്പിറ്റൽ, ലോങ് ടേം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോം, ഫാർമസീസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇച്ചിരി ലെങ്തി സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോ, നമ്മൾ എവിടെന്നാ തുടങ്ങണേന്നുള്ളത്. ഹോസ്പിറ്റലുകള് എവിടെ തുടങ്ങി നോക്കിയോ കേട്ടോ. ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റി, ലോങ് ടേം കെയർ ഫെസിലിറ്റി കൊടുക്കുന്നത്, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോമുകള്, ഫാർമസികള് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ ഡൈനാമിക്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ശക്തമായ, എഴുതി വെച്ചോ കേട്ടോ. മുതലായ ശക്തവും, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർണവും. മുതലായ ശക്തവും സങ്കീർണവുമായ ഹെൽത്ത് കെയർ, മുതലായ ശക്തവും സങ്കീർണവുമായിട്ടുള്ള ഹെൽത്ത് കെയർ നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടോ. ഇതെല്ലാം എന്താ പറയണേ? ഈ ഹോസ്പിറ്റല്, ലോങ് ടേം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോം, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ ഡൈനാമിക് ആയിട്ടുള്ള ശക്തവും സങ്കീർണവുമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അല്ലെ, പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യുന്നേ? കൃത്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് മാനേജ് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. ലീഡ്സ് എന്ന് വെച്ചാൽ നേതൃത്വം നൽകുന്നു, ഓവർസീസ് മേൽനോട്ടം നൽകുന്നു, ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇച്ചിരി വലിയ സെന്റൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? ഹോസ്പിറ്റലുകൾ ഒന്നുകൂടി പറയാം. ആ സെന്റൻസിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ച് നിങ്ങളവിടെ. ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോം, ഓവർസീസ് എന്ന് വെച്ചാൽ നമ്മൾ അതിനോട് മേൽനോട്ടം വഹിക്കുക എന്നുള്ളത്, എന്താ പറയാ, മേൽനോട്ടം വഹിക്കുക എന്നുള്ള മീനിങ് കേട്ടാ. മൊത്തത്തില് മാനേജ് ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക. ഓക്കെ, നോക്കി എവിടെ എന്താ പറഞ്ഞ? ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോം, ഫാർമസികള്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ അതെങ്ങനെയുള്ളതാ? ഇതെല്ലാം എങ്ങനെയുള്ളതാണ്? ഡൈനാമിക് അല്ലെ. ഇതെല്ലാം ശക്തവും കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് കെയർ അല്ലെ, മുതലായ ശക്തവും സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് കെയർ അല്ലെ, ഒരു പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അല്ലെ, കൃത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങള് എന്തൊക്കെ ചെയ്യുക? അവര് മാനേജ് ചെയ്യുന്നു, ലീഡ്സ് ചെയ്യുന്നു, അതിനെ ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു, ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് അത്. കണ്ടോ? ഇറ്റ് ഇസ് എ പ്രാക്ടീസ്. ഇതെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു രണ്ട് സെന്റൻസ് അവിടെ കിട്ടിയില്ലേ? നേച്ചർ, സ്കോപ്പ്, സിഗ്നിഫിക്കൻസില് രണ്ട് സെന്റൻസ് കിട്ടിയോ? നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ? അത് എവിടെന്നാ നമ്മൾ തുടങ്ങിയത് എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയോ? ഇനി ഒന്നുകൂടി പറയണോ ആ സെന്റൻസ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതെങ്ങനെയാ? അത് ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റി ആണ് അല്ലെ. ശക്തവും സങ്കീർണമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ നൽകുന്ന സ്ഥാപനങ്ങൾ
അല്ലെ? അവിടെ എന്താ ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം? അവര് മാനേജ് ചെയ്യണം, ലീഡ് ചെയ്യണം, ഓവർസീ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ഒരു രീതി, പ്രാക്ടീസ്, ഈ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. The importance of healthcare administration involves helping a facility operate daily. ചോദിക്കാട്ടോ. അപ്പൊ ഇമ്പോർട്ടൻസ് എന്താണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യത്തില് ഇൻവോൾവ് ചെയ്യുന്ന എന്തൊക്കെയാ? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, ദിവസവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യം അതിനെ സഹായിക്കുക, ആ ഫെസിലിറ്റി സഹായിക്കുക എല്ലാ ദിവസവും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഡെയിലി ഓരോ കാര്യങ്ങളില്ലേ, എല്ലാ ദിവസത്തെ പ്രവർത്തനങ്ങള് അല്ലെ, ഡെയിലി നടക്കുന്ന പ്രവർത്തനങ്ങള്, അങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റീനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി, ആ ഒരു ഹോസ്പിറ്റലുകള് ദിവസേന പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സൗകര്യം അതിനെ ഹെൽപ്പ് ചെയ്യുക, സൗകര്യം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്കിനായിട്ട്, പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാംസുകൾ, അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ആകാം. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. ആൻഡ് ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിനെ പരിശീലിപ്പിക്കുക. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, എല്ലാ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സഹായിക്കുക. ഇതെല്ലാം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു, പിന്നെ ഈ ഒരു പാരഗ്രാഫും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The importance of healthcare administration involves, എന്താണ് ചെയ്യുന്നത്? ഹെൽപ്പിംഗ്, സഹായിക്കുന്നു. എന്തിനാ? എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, അല്ലെ? ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതിന് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പബ്ലിക്കിന് വേണ്ട പ്രോഗ്രാംസുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള സഹായം ചെയ്യുന്നു. പുതിയ എംപ്ലോയീസിനെ ട്രെയിനിങ് പരിശീലിപ്പിക്കുന്നു. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് എന്താ പറഞ്ഞിരിക്കണേ? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? പങ്ക് എന്താണ്? Okay. Hospital administrators are accountable for, accountable എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തുണ്ട്? അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിങ്, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കുക, സംഘടിപ്പിക്കുക. Then സൂപ്പർവൈസിങ്, മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. The health services and every activity of a hospital or health care facility. ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൂടെയോ എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങൾ, എവരുടെ ആക്ടിവിറ്റീസ്, അതിനെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെയോ ദൈനംദിനമായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അതിനുള്ള മേൽനോട്ടം വഹിക്കുക. അത് ആർക്കുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാകുന്നില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ അവിടെ ദിവസം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എവരുടെ ആക്ടിവിറ്റീസ് അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതിനെ മേൽനോട്ടം സൂപ്പർവൈസ് ചെയ്യുക, അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. അപ്പൊ അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? എല്ലാ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ, ഓവറോൾ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? എവരിഡേ ആക്ടിവിറ്റീസ്, അവിടെ നടക്കുന്ന ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൊണ്ട്. കണ്ടോ എത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് തലയിൽ ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി നോക്കിയേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് of
of all the non-clinical functions included in. ഏതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ. എല്ലാ ചികിത്സാ സംബന്ധമല്ലാത്ത നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ അതിന്റെയും മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. ഏതൊക്കെയാണ് നോക്കി ഇനി ആ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാ? ഇതിലൊക്കെ ഉൾപ്പെടുന്ന ഇൻക്ലൂഡഡ് ഇൻ, എവിടെയൊക്കെ ഉൾപ്പെട്ട? ഇൻ ഓപ്പറേറ്റിംഗ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രവർത്തിപ്പിക്കുന്നത് ഫ്രം ഡെയിലി ഓപ്പറേഷൻസ്, ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങള്, പിന്നെ സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക, ഫിനാൻസ് മാനേജ് ചെയ്യുക, കണ്ടോ, ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നിവയൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസും കണ്ടോ. ടു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ് ടു മേക്ക്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? എല്ലാ ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ്, ദീർഘകാലമായിട്ടുള്ള സ്ട്രാറ്റജി, തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാനും ഇത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? ടു മേക്ക് sure that the success of healthcare provider or system. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ഷുവർ ദ സക്സസ്, വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ ഈ കാര്യങ്ങള് നമ്മൾ പറഞ്ഞില്ലേ, ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളതെല്ലാം ഉൾപ്പെടുന്ന നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെ ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഈ ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഒരു വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ വിജയം നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? അവിടുത്തെ ഓവറോൾ മാനേജ്മെന്റ്, അല്ലെ? അവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അത് ഏതൊക്കെയാ? അവിടുത്തെ ഡെയിലി ഓപ്പറേഷൻസ്, സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക, ഫിനാൻസ് കൈകാര്യം ചെയ്യുക, അടുത്ത ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ്, ദീർഘകാലമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം, ഇതെല്ലാം ഉൾപ്പെടുന്ന നോൺ ക്ലിനിക്കൽ മാനേജ്മെന്റ് അത് കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ പാരഗ്രാഫ്? ഓക്കെ. രണ്ട് പോയിന്റ് ആയി പറഞ്ഞൂടെ ഇത്? രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞ എന്താ? അതോ ഒറ്റ സെന്റൻസ് ആണ്? അതിനകത്ത് ഇത്രയും കാര്യങ്ങളാ പറയുന്നേ. നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യുക, അല്ലെ? അത് ഏതൊക്കെയാ? ഇൻക്ലൂഡഡ് ഇൻ. ഏതൊക്കെ ഉൾപ്പെട്ട നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ആണ്? നമ്മൾ പറഞ്ഞില്ലേ, ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫ്രം ഡെയിലി ഓപ്പറേഷൻസ്, സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ്, ഫിനാൻസ്, ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതെല്ലാം ഉൾപ്പെടുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്ന നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യുക. അതെന്തിനാണ് മാനേജ് ചെയ്യണേ? എന്തിനാ? ആ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ സക്സസിന് വേണ്ടിയിട്ട്, ആ ഒരു വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസും മാനേജ് ചെയ്യുക. അത്രയാണ് ആ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി അടുത്ത്, വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? അവിടെ ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ നോൺ ക്ലിനിക്കൽ ഫങ്ഷന്റെ മാനേജ്മെന്റ് എന്നുള്ളതും, അത് രണ്ടും ഇന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? അല്ലെങ്കിൽ എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ? Health care administrator work behind the counter to make a extensive decision for the healthcare facility or institution. Healthcare administrator എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപനങ്ങളുടെ ആ ഒരു എന്താ പറയാ, അതിനെ ഒരു നമുക്ക് എന്താ ഒരു പട്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു
കർട്ടന്റെ പിന്നിൽ, അതായത് ഡയറക്റ്റ് അവര് നിൽക്കുകയല്ല ചെയ്യുന്നത്, അവര് ബാക്കിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം സുഗമമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവര് തിരശ്ശീലയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ എന്താണ് ബിഹൈൻഡ് ദ കർട്ടൻ അല്ലെ, ആ കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ. ഓക്കെ, പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നവര് അല്ലെ, അവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. എന്താണ് നല്ലതല്ല, അവരാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കണം അല്ലെ, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം. അങ്ങനെ പുറകിൽ നിന്ന് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക്, എന്തിനു വേണ്ടിയാ? To make the extensive decision, ഒരു വിപുലമായ, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായ, ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എന്ത് അവര് കർട്ടന്റെ പിന്നില് പ്രവർത്തിക്കുന്നവരാണ്. കണ്ടോ, ഇപ്പൊ നമ്മളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ടേഴ്സിനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാണുന്നത് ആരാ? ആ ഇതിനകത്ത് മൂവിയില് സ്ക്രീനിൽ കാണുന്ന ആർട്ടിസ്റ്റർമാരാണ് അല്ലെ. പക്ഷെ നിങ്ങൾ നോക്കി ആ ഒരു സിനിമയുടെ വിജയത്തിന് നമ്മൾ ആക്ടേഴ്സ് ഓക്കെ, അവര് മെയിൻ കാര്യമാണ്, എങ്കിലും ആ ഒരു സിനിമ അങ്ങനെയാക്കാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ ആലോചിച്ച് നോക്കിയേ അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ? ക്യാമറ, നമ്മുടെ ലിറിക്സ് വേണം, നല്ല സ്റ്റോറി വേണം, അതിന് പിന്നിൽ എന്തോരം കാര്യങ്ങളെ ചെയ്യുന്ന, അതുപോലെ തന്നെ അല്ലെ. ലോട്ട് ഓഫ് വർക്ക്സ് ഉണ്ടാവുന്ന സിനിമ നല്ല രീതിയിലേക്ക് വരാനായിട്ട്, അതിന്റെ ഒരു സക്സസിന് വേണ്ടി. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മുടെ മെയിൻ, ഇപ്പൊ നമ്മുടെ ആക്ടർ, ഇപ്പൊ മോഹൻലാലിന്റെ സൺ അവിടെ ഫിസിഷ്യനാണ് അല്ലെ. മോഹൻലാൽ നല്ല രീതിയിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോ നമുക്ക് ആ സിനിമ നമ്മൾ നോക്കുമ്പോ ഇഷ്ടമായി. അതുപോലെ നമ്മുടെ ഡോക്ടർ നല്ല കെയർ തരും, പക്ഷെ ഡോക്ടറിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവരാരാ? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അങ്ങനെ പിടിച്ചു നിർത്തി എല്ലാം മാനേജ് ചെയ്ത് ബാക്കിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലെ. അവരെ നമ്മൾ ശരിക്കും നമ്മളത് ശ്രദ്ധിക്കൂടിയില്ല. എന്താ പറയാ, അവര് അത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചത് എന്താ വിശേഷങ്ങളാണ്? മൈ ഹസ്ബൻഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്ത് വർക്കാന്നൊക്കെ ഇവിടെ ഇത് ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഫീൽഡിലെ കാര്യം പറഞ്ഞു. അപ്പൊ മനസ്സിലായില്ല എന്തായാലും എന്താ പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കർട്ടനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന, ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കിട്ടിയോ? ആ സെന്റൻസ് കിട്ടിയില്ലേ? ഓക്കെ, ഈ സെന്റൻസ് ഓർത്തില്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമയുടെ ആരും പറഞ്ഞിട്ട് എന്തായാലും ഓർക്കും അല്ലെ. അത് ഓർക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബാക്കിൽ നിൽക്കുന്നവരാണുള്ളത്. ഇനി നോക്കിയ ബാക്കിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കുന്നവരാണ്. ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. അവരെന്ത് ചെയ്യുന്നു? ഇനി ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ആ കർട്ടന്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അത് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അതാരാണെങ്ങാനും ചോദിച്ചാലോ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ആദ്യത്തെ സെന്റൻസ്. ഇനി നമുക്ക് നോക്കാം. അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? they directly handle the policy, അവിടുത്തെ നയങ്ങള്, ബഡ്ജറ്റുകള്, ഇതെല്ലാം അവരെന്ത് ചെയ്തു? ഹാൻഡിൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന് നല്ലൊരു അനുഭവം കിട്ടുന്നതിന് വേണ്ടി അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം കിട്ടുന്നതിന്. ആൻഡ് എൻഷുർ, അതുകൂടാതെ എന്താ? സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിന് മാത്രമാണോ? അവിടുത്തെ ഗസ്റ്റുകള്, ഗസ്റ്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് അല്ലെ. പേഷ്യന്റ് സ്റ്റാഫിനൊക്കെ നല്ല സേഫ്റ്റി ഉറപ്പാക്കാനും അവർക്ക് നല്ലൊരു മെച്ചപ്പെട്ട അനുഭവം നൽകുന്നതിനും എന്ത് ചെയ്യുന്നു? അവിടുത്തെ പോളിസി, ബഡ്ജറ്റ് ഒക്കെ അവര് ഡയറക്ട്ലി ഹാൻഡിൽ അല്ലെ. അവരെന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് എ thorough knowledge of the regulatory framework in patient care. അണ്ടർലൈൻ ചെയ്തോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ ഉള്ള ഇത് വേണം?
എന്തിനുള്ള നല്ല നോളജ് വേണം? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ അല്ലെ? പേഷ്യന്റ് കെയറില് എന്താ പേഷ്യന്റ് കെയർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ആ പേഷ്യന്റ് കെയർ രോഗി പരിചരണത്തിലെ നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടിനെ കുറിച്ച് സമഗ്രമായ അറിവുണ്ട്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. അപ്പൊ പേഷ്യന്റ് കെയർ ആ രോഗി പരിചരണത്തിന് കൊടുക്കുന്ന നിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം, അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതുമായിട്ട് ആ ഒരു പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു നോളജ് വേണം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. Healthcare administrator have a thorough knowledge of regulatory framework in patient care. ഇനി their responsibilities, ഇതൊക്കെ കുറെ അതും ഇതൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. Their responsibilities are, എന്താ ഇതിന്റെ ഉത്തരവാദിത്തം? Are completely different from the responsibility of the doctor or physician. ഡോക്ടറിന്റെയോ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പൂർണ്ണമായി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലെ? തികച്ചും വ്യത്യസ്തമാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. മോഹൻലാലിന്റെ ഇതെന്താ മൂവിയില് മോഹൻലാലിനെ ആക്ട് ചെയ്യുക അല്ലെ? നല്ല രീതിയിൽ നല്ല അഭിനയം കാഴ്ചവെക്കുക. എന്നാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവര് അവരുടെ അഭിനയോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് അവർക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അവരുടെ വർക്ക് ഡിഫറെന്റ് അല്ലേ? അല്ലേ? അതുപോലെ തന്നെ അപ്പൊ ഈ എന്താണ് അവരുടെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആരിൽ നിന്നും? ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഡോക്ടർ നമ്മൾ ചെന്ന് നമ്മളെ ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് മരുന്ന് കൊടുക്കുന്നു, അതാണ് ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെയാണോ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്? നേരെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വന്ന് നമ്മളെ നോക്കി മരുന്ന് തരുമോ? അല്ലേ? അവര് ബാക്കിൽ നിൽക്കാണ്, സപ്പോർട്ട് ചെയ്യുന്നവരാണ്, എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ചെയ്തു തരുന്നവരാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. നേരിട്ട് നമ്മളുമായിട്ടും എന്താ പറയാ അങ്ങനെ ഒരു കണക്ഷൻ അവർക്കില്ല അല്ലേ? ബാക്കിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അവരുടെ റെസ്പോൺസിബിലിറ്റി ആരിൽ നിന്നും? ആർക്കുടെ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും എന്താ തികച്ചും വ്യത്യസ്തമാണ്. ഇനി while the physician handle patients directly, physician എന്താ ചെയ്യുന്നേ? ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നേ? നേരിട്ട് കൈകാര്യം ചെയ്യും, പേഷ്യൻസിനെ നേരിട്ട് ഹാൻഡിൽ ചെയ്യും. while physician handle patients directly, അല്ലെ? ഫിസിഷ്യൻ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ നോക്കി നമുക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് നമുക്ക് നേരെ മരുന്ന് തരും. Then healthcare administrator supervise the facility itself. Healthcare administrator എന്താ ചെയ്യുന്നത്? ആ ഫെസിലിറ്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നു എന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അതിന് വേണ്ട ഫെസിലിറ്റി കൊടുക്കുന്നു, ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ ഫിസിഷ്യൻ പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? ആ ഫെസിലിറ്റി, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അതിനെ സൂപ്പർവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഹാവ് എ, സാധാരണയായിട്ട് എന്ത് വേണം? ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ വേണം. അത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കുഞ്ഞു സെന്റൻസ് കൂടെ നോട്ട് ചെയ്തിട്ടോ. ഫിസിഷ്യൻ നേരിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. ആ ഫെസിലിറ്റി, അതിന് വേണ്ട സൗകര്യം അത് ചെയ്തു കൊടുക്കുക, അതിന് ഉള്ള ഒരു മേൽനോട്ടം വഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ, ഇനി അടുത്ത് നോക്കി ഇച്ചിരി കൂടി നോക്കാം കേട്ടോ. നമ്മൾ ഇന്നൊരു 5, 6, 7 മിനിറ്റ് വൈകിയാണ് നമ്മളിന്ന് ക്ലാസ്സിലേക്ക് കയറിയതല്ലേ. ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാം? എല്ലാവർക്കും താല്പര്യമില്ലേ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്ന്? കണ്ടോ എന്തൊരു പൊസിഷനാന്ന് നോക്കിയേ ഇല്ലേ? എങ്ങനെ നമുക്ക് ആകാൻ പറ്റും? ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആവാൻ പറ്റും നോക്കിയേ. നമുക്ക് എങ്ങനെയൊക്കെ ആവാം നോക്കാം കേട്ടോ. ആകുന്നത് എങ്ങനെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ദ ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ. അവരെന്ത് വേണം?
ഇന്ററാക്ട് ചെയ്യണം. ഒന്നുമില്ലാത്ത ആൾക്കാരെ കൊണ്ടൊന്നും ആക്കാൻ പറ്റില്ല നമുക്ക്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത്, ഇടയ്ക്കിടയ്ക്ക്, ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, എപ്പോഴും പോയി വർത്താനം പറയണമെന്നല്ല പറഞ്ഞത്. എങ്ങനെയാ? ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സും നേഴ്സസും സർജനും ടെക്നീഷ്യൻ ഇവരെല്ലാവരും ആയിട്ട് എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിൽ കുറിച്ചിട്ട് നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇതിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈന്നിട്ട് പറയാം. ഒരു കാര്യമാണ്, അവർക്കുള്ള ഒരു പ്രധാനമാണ്. എങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും? അവര് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം. ഇനി കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് സെൽഡം. സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവമായി, സെൽഡം SELDOM, സെൽഡം അപൂർവമായി meet directly with the patient in health care facility. ഇനി അടുത്ത എന്താ അവർ ചെയ്തത്? They control the operation of healthcare organization. Healthcare organization പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് സെൽഡം. സെൽഡം എന്ന് വെച്ചാൽ അപൂർവമായി. സാധാരണയായിട്ട് എന്താ പറയാ, പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് അവർ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരാറില്ല. എങ്കിൽ അപൂർവമായിട്ട് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വളരെ അല്ലെങ്കിലും അപൂർവമായി ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? റയർലി, അപൂർവമായിട്ട്, സെൽഡം അപൂർവമായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യന്റ്. നേരിട്ട് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എന്താ? ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ സാധാരണയായിട്ട് ഇവർക്ക് നേരിട്ട് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വളരെ അപൂർവമായിട്ട് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അവർക്ക് പേഷ്യന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. ഇനി ഒരു സെന്റൻസ് നോക്കിയേ. An administrator duty is to form the policy and run the facility and make the better the patient experience. അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി ഈസ് ടു ഫോം ദ പോളിസി. നയങ്ങള് രൂപീകരിക്കുകയും ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള് രൂപീകരിക്കുന്നു. That runs the facility and make better the patient experience. ഇത് എന്തിനു വേണ്ടിയാ? രോഗിയുടെ എക്സ്പീരിയൻസ് അല്ലെ, പേഷ്യന്റ് എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതാണ് ഒരു ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യണം. അവിടെ വേണമെങ്കിൽ ചോദിക്കാം. Clickly interact with the dash. അങ്ങനെ ചോദിക്കാം. ബാക്കിൽ നമുക്ക് കൊടുക്കാം, ഓപ്ഷൻ കൊടുക്കാം. ഡോക്ടറിന് കൊടുക്കാം, നേഴ്സിന് കൊടുക്കാം, സർജന് കൊടുക്കാം, ഓൾ ഓഫ് ദം ഒന്ന് വേണ്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്ത വേറെ ആരെങ്കിലും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഈ ഒരു സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. An administrator duty എന്താണ്? Is to form the policy that run the facility and make better the patient experience. അല്ലെ, ഹോസ്പിറ്റല് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികൾ രൂപപ്പെടുത്തുകയും പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, ബെറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി ബാക്കിയെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മൾ ഇത്തിരി വൈകിയായിരുന്നു കേൾക്കുന്നത്. കുഴപ്പമില്ല, 2-3 ക്ലാസ് കിട്ടുകയല്ലേ, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് പ്രത്യേകിച്ചും എല്ലാവരും ഇന്ന് തന്നെ നോക്കി വെക്കണം കേട്ടോ. വായിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. വായിച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളല്ലാതെ നമുക്ക് മനസ്സിൽ ആ സെന്റൻസ് കാണാതെ നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടറിയാം, സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പൊ എല്ലാവരും ഇന്നത്തെ എടുത്തത് ഒന്ന് വായിച്ചു വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് എന്താണ് വെൻസ്ഡേ തേഴ്സ്ഡേ ഉണ്ടല്ലോ, അപ്പൊ കാണാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും വായിച്ചു വെക്കണം കേട്ടോ എല്ലാവരും. താങ്ക് യു.